നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടൊരു ഉത്തരവുണ്ട്. അതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണെന്ന് പറഞ്ഞാൽ അതിന് ഒരു തടസ്സം അല്ലെങ്കിൽ അത് റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടാണെന്ന് വിധിയിലുണ്ടോ? അങ്ങനെ ഒരു പരാമർശം അല്ല, ഞാൻ ചോദിക്കുന്ന ഓരോന്നും മനസ്സിലാക്കിയിട്ടില്ല പറയാൻ വേണ്ടി. സർവേ റദ്ദാക്കി വിധി വരട്ടെ. വിധി വന്നാലല്ലേ ഏത് കണ്ടീഷനിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാങ്കേതികമായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ്. തലക്കെട്ടുകൾ പലതും വരുന്നുണ്ടെങ്കിലും കോടതിയിലുള്ള അഭിഭാഷകർക്ക് പോലും എന്താണ് അതിൻ്റെ ഉള്ളടക്കം ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്തായാലും റദ്ദാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. അല്ല, ആദ്യം വിധി വരണ്ടേന്ന്. നമ്മൾ വിധി സാധാരണ വിധി അപ്ലോഡ് ചെയ്യേണ്ട സമയമായി. വിധി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിധി വായിച്ചു നോക്കും. ചിലരിപ്പോൾ പറയുന്ന കേട്ടല്ല ഫണ്ടിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടാണ്. ഇദ്ദേഹം പറഞ്ഞ് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണല്ലോ. കോടതി രാഷ്ട്രീയ ലക്ഷ്യം എന്നൊക്കെ സാധാരണഗതിയിൽ കോടതി അങ്ങനെ പറയുമോ? ഇതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കോടതിയുടെ വിധി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട ഏതെങ്കിലും ഭാഗമാണ് ടെക്നിക്കലി അവർ പറയുമെന്നെങ്കിൽ ആ മാറ്റം വരുത്തും. അതല്ല ഞങ്ങൾ അപ്പീൽ പോകേണ്ട ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് വിധി കിട്ടിയിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പീൽ പോകേണ്ടതാണെങ്കിൽ അപ്പീൽ പോകും. തിരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴാണെങ്കിൽ തിരുത്തിക്കൊണ്ട് ചെയ്യും. അല്ല, അത് വിധി വായിക്കണ്ടേ? സർവേ എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിന് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുമ്പോൾ ജനാധിപത്യം വിപുലപ്പെടുകയല്ല ചെയ്യുന്നത്. പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഇപ്പം ഞങ്ങൾ വിഷൻ 2031 ഞങ്ങൾ സംഘടിപ്പിച്ചു. എല്ലാ വകുപ്പും സംഘടിപ്പിച്ചു. എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംഘടിപ്പിച്ചത്. അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഒരു ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വിഷൻ 2031 ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സമാപനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളത് ജനാധിപത്യം കുറേ കൂടി വികസിതമാകുന്ന രീതിയാണല്ലോ. ആ രീതി ഞങ്ങൾ സ്വീകരിച്ചു. അല്ല, നിങ്ങൾ ഈ രാഷ്ട്രീയ താല്പര്യം തുടക്കം പോലെ ചോദിക്കുകയാണല്ലോ. ഒരു ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിച്ചില്ല. എനിക്ക് വിധി കിട്ടിയാൽ നോക്കിയിട്ട് പറയാം. ഞങ്ങളൊരു ഗവൺമെന്റ് നിങ്ങൾക്ക് തലക്കെട്ടിട്ട് നാളെ ഒറ്റ ദിവസം കൊണ്ട് മറക്കാം. ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ വിധി വായിക്കേണ്ടതെന്ന്. വിധി ഇതുവരെ അപ്ലോഡ് ചെയ്തതായിട്ടില്ല. ഞാൻ അവിടുത്തെ അഭിഭാഷകരോട് സംസാരിച്ചപ്പോഴും ഒരു ലാസ്റ്റ് റിമാർക്സാണ് റൂൾസ് ഓഫ് ബിസിനസ്സുമായി സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രതികരണം വന്നത് കാണണ്ടേന്ന്. മനസ്സിൽ നമുക്ക് ഇപ്പോൾ പ്രതികരണം വന്ന് രാഷ്ട്രീയ താല്പര്യം വെച്ച് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ്റിന് പൊളിറ്റിക്സ് ഉണ്ടല്ലോ. പൊളിറ്റിക്സ് ഗവൺമെൻറ് ഉണ്ടാവുമല്ലോ. പക്ഷേ കോടതി രാഷ്ട്രീയം, ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമാണ് കോടതിയെ ഞാൻ പറഞ്ഞതായി ഞാൻ കേട്ടത് നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നില്ല, സാങ്കേതികമായ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ രണ്ടുപേരും വാശിക്ക് രാഷ്ട്രീയമാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം അതിലൊരു പറഞ്ഞിട്ടുണ്ടോന്ന്. അല്ല, കോടതി എങ്ങനെ പറയണം? ചിലപ്പോൾ സാങ്കേതികമായ പിഴവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാങ്കേതികമായ പിഴവ് തിരുത്തി ഉത്തരവിറക്കണം. അതല്ല ഞങ്ങൾ അപ്പീൽ പോകേണ്ട പരാമർശങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പീലിലേക്ക് പോകണം. ഇത് കോടതി വിധി കിട്ടണ്ടേ? ഇന്നലെ ഞാൻ പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സുപ്രീം കോടതിയിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇപ്പോൾ പറയണം, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അഫിഡാവിറ്റ് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ ഭരണത്തിൽ വരാവുന്ന സമയം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ഉടൻ സുപ്രീം കോടതിയിലേക്ക് പോകണം. തെരഞ്ഞെടുപ്പ് വരാണ്, ഞങ്ങൾ പുതിയ അഫിഡാവിറ്റായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഈ കേസ് ഇപ്പോൾ എടുക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം സുപ്രീം കോടതി പോട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു അഫിഡാവിറ്റ് ഇരിക്കുകയല്ലേ. അദ്ദേഹമാണ് ഇപ്പോഴേ ജയിച്ചു എന്ന് കരുതിയിരിക്കുകയാണല്ലോ. അപ്പോൾ സുപ്രീം കോടതി പോകാമല്ലോ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് ഇത് കൊണ്ടുവയ്ക്കരുത്, ഞങ്ങൾ വളരെ വിശദമായ ഒരു അഫിഡാവിറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഏത് അഫിഡാവിറ്റ് തിരുത്തണ്ടേ? അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കോടതി പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് വിധി വരും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മുഴുവൻ അതിന് ശേഷമല്ല, അതിന് മുമ്പാണ് വിധി വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം നാളെ സുപ്രീം കോടതി പോകേണ്ടതാണ്. കോടതിയെ നിരന്തരം സമീപിക്കുന്ന പരിചയമുള്ള ആളായതുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ ഇതിനകത്ത് ഒരു ഇടപെടൽ ഹർജി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹത്തിന് ചർച്ച ചെയ്യാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഇത് മാറ്റിവെക്കണം, ഞങ്ങളുടെ പുതിയ അഫിഡാവിറ്റായിട്ട് നിൽക്കുകയാണ്. ഒരു ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് വന്നാലും അവർക്കൊരു അവസരം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെടാവുന്നതാണ്.